കൂട്ടുകാരെ, വെൽക്കം ടു ബഡീസ് ആൻഡ് ഫുഡീസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു നാടൻ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാം അല്ലേ? വളരെ ടേസ്റ്റിയും എളുപ്പവുമാണ് ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ 1/2 കിലോ വെളുത്തുള്ളി വെച്ചുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി അത് ചൂടായി വരുമ്പോഴേക്കും 1/2 കപ്പ് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകെണ്ണ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരും കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി ഫ്രൈ ആയി കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 5 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും ചേർക്കാം. ഇവയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരുന്ന 1/2 കിലോ വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കാം. ഇത്രയും നേരം ഫ്ലെയിം മീഡിയം ആയിരുന്നു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 2 മിനിറ്റ് ഇളക്കി വഴറ്റിയെടുക്കാം. ഒത്തിരി വേവിക്കരുത്, പകുതി വെന്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മുളക് പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ മാത്രം ആവശ്യാനുസരണം ചേർക്കുക. അച്ചാറിന് എപ്പോഴും ഉപ്പ് അല്പം തള്ളി നിൽക്കണം, അപ്പോഴാണ് രുചിയേറുന്നത്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ മാറ്റിവെക്കാം. ഇപ്പോൾ അച്ചാറൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അച്ചാറിനായി ഉപയോഗിക്കുന്ന എല്ലാ പാത്രവും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തതായിരിക്കണം. എപ്പോഴും അച്ചാർ എടുക്കുമ്പോൾ നനവൊന്നുമില്ലാത്ത ഒരു സ്പൂൺ വെച്ച് മാത്രമേ എടുക്കാവൂ. ഇല്ലെങ്കിൽ അച്ചാർ എളുപ്പം ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് മാറ്റി വെച്ച് അതിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഇനി നമുക്കൊരു ഉണങ്ങിയെടുത്ത ബോട്ടിലിലേക്ക് അച്ചാർ മാറ്റാം. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാറല്ലേ? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ അച്ചാർ എന്തുമാത്രം ടേസ്റ്റി ആണെന്ന്. കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഉള്ള മണം കാരണം നമുക്കിപ്പോൾ തന്നെ തീർക്കാൻ തോന്നും. എങ്കിലും നമുക്കൊരു 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. 3-ാം ദിവസം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും എരിവും പുളിയും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.